ആർത്തവ സമയത്ത് ഖുർആൻ ഫോണിൽ നോക്കി ഓതാൻ പറ്റുമോ? അപ്പോൾ ഖത്തം തീർക്കുവാൻ ആ സമയത്ത് ഫോണിൽ ഓതിയാലും മതിയാകുമോ? അത് ഖത്തമായി സ്വീകരിക്കുമോ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ റമദാനിൽ അവർക്ക് വലിയൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ഈ പീരീഡ് ടൈം ഇതിനിടക്ക് വരുന്നത്. പക്ഷെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ മനുഷ്യർക്ക് നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ നമ്മൾ വിഷമിക്കേണ്ടതില്ല. നമ്മൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ആരോഗ്യത്തോടു കൂടി അല്ലെങ്കിൽ ഇബാദത്തുകൾ ചെയ്യാൻ പറ്റിയ ഒരു സമയത്ത് നമ്മൾ ചെയ്തിരുന്നല്ലോ, ആ ഇതിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം നമുക്ക് ഈ സമയത്തും തരും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്ക് നോമ്പെടുക്കാൻ കഴിയില്ല, നമസ്കരിക്കാൻ കഴിയില്ല. പക്ഷെ നോമ്പെടുക്കാൻ കഴിയില്ല, നമസ്കരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതോടുകൂടി ബാക്കി ഒരു ഇബാദത്തും അവർക്ക് പറ്റില്ല എന്നില്ല. ദിക്റുകൾ, അതാണല്ലോ ഇബാദത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മർമ്മം എന്നത് ദിക്റാണല്ലോ. നമസ്കാരമടക്കം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അഖിമി സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കുന്നതിന് അല്ലെങ്കിൽ എന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി നീ നമസ്കരിക്കുക എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിക്റുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദിക്റുകളുടെ കൂട്ടത്തിൽപ്പെട്ടത് തന്നെയാണ് ഖുർആൻ പാരായണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശുദ്ധ ഖുർആൻ തൊടുന്നത്, ഖുർആനിന്റെ എഴുത്തുള്ള ഭാഗം തൊടുന്നത്, അത് അശുദ്ധമായ സമയത്ത്, അത് ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ, ശുദ്ധിയില്ലാത്ത വലിയ ശുദ്ധിയോ അല്ലെങ്കിൽ ചെറിയ ശുദ്ധിയോ ഉള്ള സമയത്ത് തൊടാതിരിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. എന്നാൽ മൊബൈൽ ആപ്പുകൾ വഴിയുള്ള വിശുദ്ധ ഖുർആനിന്റെ രൂപങ്ങൾ, കോപ്പികൾ, അത് നമുക്ക് കയ്യിലെടുത്ത് പാരായണം ചെയ്യുന്നതിന് വിരോധമില്ല. നമ്മുടെ മനഃപ്പാടമുള്ള വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുകൾ നമുക്ക് പാരായണം ചെയ്യുന്നതിന് വിരോധമില്ല. അപ്പോ ഖുർആൻ സ്പർശിക്കുന്നതും ഖുർആൻ ഓതുന്നതും രണ്ടും രണ്ടായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിരീഡ് സമയത്ത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാം എന്ന് തന്നെയാണ് ധാരാളം പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. കാരണം അവരുടെ ഒരു പുരുഷനാണ് എങ്കിൽ, അവർ ജനാപത്തുകാരനാണെങ്കിൽ ഒന്ന് കുളിച്ചാൽ അവർക്ക് ശുദ്ധിയാകാൻ കഴിയും. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു പീരീഡ് ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് അതിൽ നിന്ന് ശുദ്ധിയാകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവർക്ക് ഖുർആൻ മനഃപ്പാടമുള്ളതാകട്ടെ, അതല്ലെങ്കിൽ മൊബൈൽ ഫോണുകളിൽ നിന്നുള്ളതാകട്ടെ, അതൊക്കെ ഓതുന്നതിന് വിരോധമില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇബാദത്ത്, ദിക്റുകൾ, ഖുർആൻ പാരായണം തുടങ്ങിയതൊക്കെ റമദാൻ സമയത്തും നിർവഹിക്കാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്താം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാഹു അഅലം.